പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഇന്നലെ എനിക്കൊരു വാട്സപ്പിൽ ഒരു വീഡിയോ കാണാനിടയായി. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ ഇനി കാണാൻ കിടക്കുന്നത്. റമദാൻ മാസമാണ് വരാൻ പോകുന്നത്. മുസ്ലിങ്ങളുടെ വേഷവും കെട്ടി ഇനി ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട്. ഈ വേഷത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പേര് മുഴുവനും മുസ്ലിങ്ങൾക്കാണ്. എന്നാ മനസ്സിലാവില്ല. ഇയാളെ ഇപ്പോൾ പിടിച്ചത് കൊണ്ടാണ് മനസ്സിലായത്. ആ വീഡിയോ നിങ്ങൾ കാണും, എന്നാലേ മനസ്സിലാവും. നമ്മുടെ വീടുകളിലും ഇതുപോലെ പർദ്ദയിട്ടിട്ട് ആൾക്കാർ വന്നിട്ട് പൈസയോ വെള്ളമോ ഒക്കെ ചോദിക്കും. വളരെ ശ്രദ്ധിക്കുക. ഇത് കേരളത്തിന് പുറത്തൊന്നുമല്ല, കേരളത്തിനകത്ത് തന്നെയാണ്. എനിക്ക് സ്ലാങ് കേട്ടിട്ട് തോന്നുന്നത് കണ്ണൂരോ കാസർഗോഡോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മളെ വീട്ടിൽ കൈ കൊണ്ട് യാചിച്ച് ആര് വന്നാലും എന്തെങ്കിലും കൊടുക്കണമെന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്, നമ്മൾ കൊടുക്കണം തന്നെയാണ്. പക്ഷെ ആ വരുന്ന വ്യക്തി കറക്റ്റ് ഫേക്കാണോ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ കുറച്ച് നല്ലതായിരിക്കും. നമ്മളെ വീട്ടിലിരിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. വല്ല കയ്യിലിരിക്കുന്ന സാധനവും പറതയ്ക്കകത്തിട്ടുകൊണ്ട് വന്ന് മണ്ടയിലിട്ട് അടിച്ചു തരും. നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലോ ഒക്കെ ആയിരിക്കും, വീട്ടിലാരും കാണത്തില്ല. ദേഹത്ത് കിടക്കുന്ന കണ്ടില്ലേ, ഇതുപോലെ മുസ്ലിങ്ങളുടെ വേഷം കെട്ടി പല വൃത്തികേടുകളും അനാചാരവും ചെയ്ത് പേര് മൊത്തം മുസ്ലിങ്ങൾക്ക്. ഇനിയിപ്പോ നോമ്പാണ് വരുന്നത്, ഇനി എന്തൊക്കെ കേൾക്കുക. ഇതുപോലെ വേഷത്തിൽ പല ആളുകളും വരും, ശ്രദ്ധിച്ചോ. നമ്മൾ കരുതും പാപം ഉമ്മയാണെന്ന് കരുതി നമ്മൾ എന്തെങ്കിലും വല്ലതും കൊടുക്കാൻ നോക്കുമ്പോഴായിരിക്കും ഇവരാക്രമിക്കുക. സ്ത്രീകളാണല്ലോ, അപ്പൊ സ്ത്രീകളാണ് വീട്ടിലുണ്ടാവുകയും. മുസ്ലിങ്ങളുടെ വേഷമണിഞ്ഞ് പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. തൊപ്പിയും തലക്കെട്ടും കെട്ടി ഉസ്താദിന്റെ വേഷം അണിഞ്ഞ് പല വൃത്തികേടുകളും ഇവർ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പേര് മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ ഇനി റമദാൻ മാസമാണ് വരുന്നത്. വീടൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിലും എന്തിനാ നമ്മുടെ ആൾക്കാർ ഈ നോമ്പാകുമ്പോൾ ഇങ്ങനെ പൈസക്ക് വേണ്ടി മറ്റുള്ളവരിലേക്ക് പോകുന്നത്? അവരവരുടെ മഹലിൽ തന്നെ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട്. പെരുന്നാളിനുള്ള ഡ്രസ്സ് പോലും അവർ എത്തിച്ചു കൊടുക്കാനുള്ള വഴിയുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു 30 ദിവസത്തേക്കുള്ള ചിലവ് ഈ പാവപ്പെട്ടവരായ ആളുകൾക്ക് ഓരോ മഹല്ലുകാരും സഹായിക്കുന്നുണ്ട്. അതും പോരാതെയാണ് ഇവര് ഓരോ വീടുകളിൽ ചെന്ന് ഇങ്ങനെ പൈസക്ക് ചോദിക്കുന്നത്. ഇത് ഓരോ മഹലിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അരിയായും മറ്റുള്ള സാധനങ്ങളുമായി ഒരുപാട് സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, പൈസയായും. അത് എല്ലാവരും മുസ്ലിങ്ങളാവണമെന്നില്ല കേട്ടോ. അത് എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയല്ല ഇത് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ ചെന്ന് നോക്കിയാൽ മതി, ഒരുപാട് സ്ത്രീകൾ ഈ ഫർദ ധരിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അതൊന്നും മുസ്ലിങ്ങളൊന്നല്ല. ഇവര് റമദാൻ മാസമാകുമ്പോൾ വേഷം മാറുന്നതാണ്. ഞാൻ എന്നെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ഈ വേഷം മാറുന്നതായി. പരമാവധി ഇങ്ങനെയുള്ള ആളെ പ്രോത്സാഹിപ്പിക്കാത്തതാണ് നല്ലത്. അവരുടെ ഇത് വിടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ അവരവരുടെ മഹലിൽ നിന്ന് തന്നെ സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ചെന്ന് പോയി പറഞ്ഞാലും മതി. നടത്തി തന്നിട്ടില്ലെങ്കിലല്ലേ ബാക്കി കാര്യം നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെന്തിനാ മഹലും കമ്മിറ്റിയും ഒക്കെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, റമദാനാണ് വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.